ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്റലിജൻസ് ബ്യൂറോ ഒരു ടെക്നിക്കൽ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ പോസ്റ്റിന്റെ പേര് എന്ന് പറയുന്നത് ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2. ഓക്കെ, ടെക്നിക്കൽ റിക്രൂട്ട്മെന്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ സോറി ജനറൽ സെൻട്രൽ സർവീസിലെ ഗ്രൂപ്പ് 'സി'യിൽ പെടുന്ന നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റ് ആണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. ലെവൽ 4 ആണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. 25,500 ടു 81,100 എന്നുള്ള രീതിയിലാണ് പേ മെട്രിക്സ് വരുന്നുണ്ടാവുക. അത് കൂടാണ്ട് IB ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് വരുന്നുണ്ട്, 20% വരുന്നുണ്ട്. പിന്നെ ഒരു ക്യാഷ് കോമ്പൻസേഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് വേക്കൻസ് പറഞ്ഞാൽ ടോട്ടൽ 394 വേക്കൻസീസ് ആണ് ഉള്ളത്. 157 അൺറിസർവ്ഡ്, 32 EWS, 117 OBC, 60 SC, 28 ST എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതിൽ ക്വാളിഫിക്കേഷൻ എന്താണെന്നില്ലാരും നോക്കിക്കഴിഞ്ഞാൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ദ ഫീൽഡ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ഓക്കെ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞാൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. IT കഴിഞ്ഞവർക്ക്, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക് എല്ലാവർക്കും എന്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതല്ല, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഇലക്ട്രോണിക്സ്, CS, ഫിസിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതുമല്ല, കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ ഡിഗ്രി കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞാൽ 18 തൊട്ട് 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. കറസ്പോണ്ടിങ് OBCക്ക് 3, SSTക്ക് 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. അത് കൂടാതെ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, പിന്നെയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ പോകാം. അതുകൊണ്ടാണ് എക്സാം പാറ്റേൺ വരാം, എക്സാമിന്റെ സിലബസ് പറയാം. പിന്നെ എക്സാമിന്റെ സിലബസ് നമ്മൾ പറയുന്നുണ്ടാവില്ല. പിന്നെ നമ്മൾ ഇതിന്റെ കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇതിൽ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ആഡ് ആക്കുന്നുണ്ടാവും. അപ്പോൾ ഇതില് സ്കീം ഓഫ് എക്സാമിനേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ എക്സാമിനേഷൻ ആണ് ടയർ 1 വരുന്നത്. അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 100 ക്വസ്റ്റ്യൻസിന് 100 മാർക്സ് ആണ് ഉണ്ടാവുക. 2 മണിക്കൂറാണ് ഡ്യൂറേഷൻ വരുന്നുണ്ടാവുക. അപ്പൊ അതിൽ ജനറൽ മെന്റൽ എബിലിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള 25 ക്വസ്റ്റ്യൻസും ബാക്കി കോമ്പിനേഷൻ ഓഫ് സബ്ജക്ട് സച്ച് ആസ് പെർ ദി എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, അതത്ര 75 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ 75+25 എന്നുള്ളതാണ് നമ്മുടെ എക്സാം പാറ്റേൺ വരുന്നുണ്ടാവുക. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും, 1/4 ആണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവുക. പിന്നെ ടയർ 2 എന്ന് വെച്ചാൽ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. ഇറ്റ് വിൽ ബി പ്രാക്ടിക്കൽ ബേസ്ഡ് ഓൺ ദി ടെക്നിക്കൽ നേച്ചർ, കമൻസുറേറ്റ് വിത്ത് ദി ജോബ് പ്രൊഫൈൽ. പിന്നെ എന്താ ടയർ 3 എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ്. 100, 30, 20. ഓക്കെ, പിന്നെ കേരളത്തിൽ എക്സാം സെന്റർ ഉണ്ട്. കേരളത്തിൽ എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂരൊക്കെയാണ് എക്സാം സെന്റർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനിയിപ്പം ഇതിലിപ്പം നോക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിലിപ്പം 35, 34 എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കോമ്പറ്റീഷൻ കൂടുതൽ ഉണ്ടായതുകൊണ്ട് 35 മാർക്കൊന്നും മതിയാവില്ല. അതിൽ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് അവിടെ സ്കോർ ചെയ്തേ മതിയാവുള്ളൂ. 1/4 ആണ് നെഗറ്റീവ് മാർക്ക് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ടയർ 1 എന്ന് പറയുമ്പോൾ ഒബിയസ്ലി മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുക, നോർമലൈസേഷൻ നടത്തുന്നുണ്ടാവും. നോർമലൈസേഷൻ നടത്തിയതിനു ശേഷം കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് സ്കിൽ ടെസ്റ്റിനും പേഴ്സണൽ ഇന്റർവ്യൂവിനും എന്ത് ചെയ്യുക, 5 ടൈംസ് ദി നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. അത് 300 വേക്കൻസി ആണെങ്കിൽ 1,200 ആൾക്കാർ എന്ത് ചെയ്യാം, അവര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ടയർ 1 ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും. പിന്നെ എന്ത് ചെയ്യാം, അവിടെ സ്കിൽ ടെസ്റ്റും ഉണ്ടാവും, പിന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റും ഉണ്ടാവും. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ടയർ 1 മാർക്സ്, ടയർ 2 മാർക്സ്, ടയർ 3 പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ മാർക്കിന് വെച്ചിട്ട് ഡേറ്റ് ഓഫ് ബർത്ത്, ആൽഫബറ്റിക് ഓർഡർ എന്ന രീതിയിലൊക്കെയാണ് ടൈ റെസൊല്യൂഷൻ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഇത് നാളെ തൊട്ട് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും കേട്ടോ. ഓഗസ്റ്റ് 23 തൊട്ട് നിങ്ങൾക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 14 തീയതിയാണ്. സെപ്റ്റംബർ 14 തീയതി വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നിങ്ങൾ ഫീസ് അടക്കുന്ന SBI ചെലാൻ വഴിയാണെന്നുണ്ടെങ്കിൽ 16 സെപ്റ്റംബർ 16 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ അപ്ലൈ ഫീസ് അടക്കാനുള്ള സൗകര്യം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളാണ്, അതായത് നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ്. നമ്മൾ വേണമെങ്കിൽ ഈ PDF നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ആക്കാം. അതുകൂടാണ്ട് കഴിഞ്ഞ വർഷത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആഡ് ആക്കാം. എക്സാമിനേഷൻ ഫീ വന്നിട്ടുള്ള ഓൾ കാൻഡിഡേറ്റ്സ് 550 റുപ്പീസ് ആണ് എക്സാമിനേഷൻ ഫീ വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നത്. സോറി, മെയിൽ കാൻഡിഡേറ്റ്സ് ഓഫ് അൺറിസർവ്ഡ് EWS and OBS categories, examination fee
100 ഇൻ അഡീഷൻ ടു ദി റിക്രൂട്ട്മെന്റ് പ്രൊസീജിംഗ് ചാർജ് 550. അപ്പൊ 650 രൂപയാണ് എന്ത് ചെയ്തേക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സ് എല്ലാം എന്താ പറയണ്ടേ അപ്ലൈ ചെയ്യുമ്പോൾ ഫീസ് അടക്കേണ്ടത്. സ്വതവേ നമ്മള് ഫീമെയിലിന്റെ കേസിലല്ല നമ്മൾ ഇത് പറയാം. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വന്നേക്കുന്നത്. എല്ലാ കാൻഡിഡേറ്റ്സും 550 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ടാവുക. മെയിൽ കാൻഡിഡേറ്റ്സ് ഓഫ് യുവർ EWS OBC കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താ അവിടെ 550 പ്ലസ് 100 650 രൂപ അപ്ലൈ ചെയ്യേണ്ടി വരും. ഐ മീൻ അടക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 14 അപ്പൊ നാളെ തൊട്ട് നിങ്ങൾക്ക് എന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ആക്കാം. പിന്നെ അത് കൂടാണ്ട് കഴിഞ്ഞ വർഷത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആഡ് ആക്കാം. സിലബസ് നമ്മൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.